ഗസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടെ സമാധാന ദൗത്യങ്ങൾക്ക് വേണ്ടി ട്രംപ് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസിൻ്റെ യോഗം കഴിഞ്ഞ ദിവസം നടന്നു. ഐക്യരാഷ്ട്രസഭയെ അപ്രസക്തമാക്കിക്കൊണ്ട് രൂപീകരിച്ച ഒരു വേദിയാണ് ബോർഡ് ഓഫ് പീസ്. തൻ്റെ മഹത്വങ്ങൾ എണ്ണിപ്പറയാനും ആത്മപ്രശംസ നടത്താനും ലോകത്തുള്ള മുഴുവൻ യുദ്ധങ്ങളും താനാണ് നിർത്തിയതെന്ന വീമ്പ് പറയാനുമാണ് ട്രംപ് ആ വേദിയെ ഉപയോഗപ്പെടുത്തിയത്. ബുദ്ധിശൂന്യനായ ഒരു കോമാളിയെപ്പോലെ ലോകരാഷ്ട്രങ്ങളെ അപഹസിച്ചുകൊണ്ടും കൊഞ്ഞനം കുത്തിക്കൊണ്ടും ഭ്രാന്തമായ ജൽപ്പനങ്ങളാണ് ആ വേദിയിൽ നാം കാണുകയും കേൾക്കുകയും ചെയ്തത്. ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഇസ്രായേൽ അതിനുശേഷം പിന്നീട് പലതവണ വെടിനിർത്തൽ ലംഘിക്കുകയും ചോരപ്പുഴ ഒഴുക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലും സമാധാനത്തിൻ്റെ വേദിയിലിരുന്ന് ഗീർവാണ പ്രസംഗം നടത്തുകയായിരുന്നു ട്രംപ്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശേഷം താൻ ലോകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങളും യുദ്ധങ്ങളും നിർത്താൻ വേണ്ടി സന്നദ്ധനായി എന്നാണ് ട്രംപ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്. ട്രംപിൻ്റെ മാനസികാവസ്ഥയും ഭ്രാന്തും മനസ്സിലാക്കാം. പക്ഷേ ആ വേദിയിൽ പോയി ഇരുന്ന് ഇത്തരം ജൽപ്പനങ്ങളും കോമാളിത്തരങ്ങളും കണ്ടിരിക്കുന്ന ലോക രാഷ്ട്രത്തലവന്മാരുടെ ഗതികേടും അവരുടെ അവസ്ഥയും ആലോചിച്ചു നോക്കൂ. പരിഹാസ്യരും നിന്ദ്യരുമായിട്ടാണ് ലോക നേതാക്കൾ ആ വേദിയിലിരുന്ന് ട്രംപിനെ സഹിക്കുന്നത്. ഉദ്ഘാടന പ്രസംഗത്തിൽ അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടത് താനാണ്. അവർ സമാധാന കരാറിൽ ഒപ്പിടാൻ കാരണക്കാരനായത് താനാണെന്ന് ട്രംപ് അവകാശവാദമുന്നയിച്ചു. അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയോവിനോടും അർമീനിയൻ പ്രധാനമന്ത്രി നിക്കോൽ പാഷ്നിയോനോടും എഴുന്നേറ്റു നിൽക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടു. അസംബ്ലിയിൽ ഒരു ഹെഡ് മാസ്റ്റർ കുട്ടികളോട് പെരുമാറുന്നത് പോലെ ലോക നേതാക്കളോട് ആ വേദിയിൽ ട്രംപ് രണ്ടുപേരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു. രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കുകയും അതിനുശേഷം ട്രംപ് പറഞ്ഞു, ഇപ്പോൾ അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്, സ്നേഹിതന്മാരാണെന്ന്. ഇങ്ങനെ പല കോമാളിത്തരങ്ങൾക്കും ജോക്കുകൾക്കും ആ വേദി സാക്ഷിയായി. ഗസയിൽ യുദ്ധം അവസാനിച്ചതായി ട്രംപ് പറഞ്ഞു. ഇപ്പോൾ അവിടെ നടക്കുന്ന ആക്രമണങ്ങൾ ചെറിയ അഗ്നിനാളങ്ങൾ മാത്രമാണെന്നായിരുന്നു ട്രംപിൻ്റെ അഭിപ്രായം. ബോർഡ് ഓഫ് പീസ് യോഗം വാഷിങ്ടണിൽ പുരോഗമിക്കുന്ന സമയത്തും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ സൈന്യം നരഹത്യ തുടരുകയായിരുന്നു. ഗസയിലും വെസ്റ്റ് ബാങ്കിലും വംശീയ ഉന്മൂലനം നടക്കുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ പുതിയ റിപ്പോർട്ടും ആശങ്കപ്പെടുന്നു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേനയും കുടിയേറ്റക്കാരും ചേർന്ന് ഫലസ്തീനികളുടെ ഭൂമി അന്യാധീനമായി തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ആക്രമണങ്ങൾ ഇസ്രായേൽ ഫലസ്തീനിൽ സംഘടിപ്പിക്കുമ്പോഴാണ് വാഷിങ്ടണിൽ ബോർഡ് ഓഫ് പീസ് എന്ന പേരിൽ ട്രംപിൻ്റെ നാടകം. വ്യക്തിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്നത് മനസ്സിലാക്കാം. പക്ഷേ അതൊരു രാഷ്ട്രത്തിൻ്റെയും ലോകത്തിൻ്റെയും വ്യവസ്ഥിതിയും വ്യവസ്ഥയുമായി മാറുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് എത്ര കെട്ടകാലത്താണെന്ന് ഓർത്തുപോകുന്നു. രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആരുമില്ലാത്ത ഒരു കെട്ടകാലത്ത്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.